എടയപ്പുറത്തിന് അഭിമാനസ്തംഭമായി പണി കഴിപ്പിച്ച ഡൈനിങ് ഹാള് നാടിന് സമർപ്പിച്ചു. ആലുവ മേഖലയിലെ ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവച്ചിട്ടുള്ള മഹലുകളിലൊന്നായ എടയപ്പുറം മുസ്ലിം ജമാഅത്ത് ഒറ്റക്കെട്ടായി നടത്തിയ പരിശ്രമത്തിന്റെ ഫലമാണ് 80 ലക്ഷത്തോളം രൂപ ചെലവാക്കി നിർമ്മിച്ച ഈ ഡൈനിങ് ഹാള്. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷനും ആത്മീയ നേതാവുമായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഞായറാഴ്ച ഡൈനിങ് ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചപ്പോൾ അത് എടയപ്പുറത്തിന്റെ ആഘോഷമായി മാറുകയായിരുന്നു. മറ്റു മഹലുകൾക്ക് മാതൃകയാകേണ്ട പ്രവർത്തനങ്ങളാണ് എടയപ്പുറം ജമാഅത്തിന്റേതെന്ന് തെളിയിക്കുന്നതായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ. സമൂഹത്തിന് ഗുണകരമായ പ്രവർത്തനങ്ങൾ നടത്താൻ യുവത്വത്തെ കൂട്ടുപിടിച്ച് മഹല്ല് ജമാഅത്തുകൾ പദ്ധതികൾ തയ്യാറാക്കി രംഗത്തു വരണമെന്ന് ഉദ്ഘാടകൻ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ സദസ്സിനെ ഓർമ്മിപ്പിച്ചു. ഈ മുസ്ലിം ജമാഅത്ത് ഇവിടെ നിർമ്മിക്കണമെന്ന് ആഗ്രഹിച്ചു. ആദ്യമായി നമ്മുടെ MLA ഫണ്ട് നൽകുകയും അതിനോട് അനുബന്ധിച്ചുകൊണ്ട് പലരുടെയും പരസ്പരി പെരുവെള്ളം എന്ന് പറഞ്ഞ പോലെ എല്ലാവരുടെയും സഹായ സഹകരണത്തിന്റെ ഫലമായിക്കൊണ്ട് ഇന്നാണ് സാക്ഷാത്കരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനെ സ്വാധീനമായ സക്രമമായി സ്വീകരിക്കുമാറാണ്. നമ്മുടെ പ്രസിഡന്റ് വളരെയധികം ഇതിനു വേണ്ടി ത്യാഗം ചെയ്തു. എല്ലാ സമയങ്ങളും അറിയപ്പെട്ട സമയങ്ങളെല്ലാം ഇതിനു വേണ്ടി ഞാൻ നിയോഗിച്ചു. അതിന്റെ ഫലമായി ഈ ദിവസം തന്നെ ഏറെക്കുറെ അതിന്റെ പണികളെല്ലാം പൂർത്തീകരിക്കുവാനും ബാക്കിയുള്ള ഇനിയും ധാരാളം പണികളെല്ലാം ഈ ആളുകളുണ്ട്. അത് നമുക്ക് സാവകാശം ാകട്ടെ. ഇതിനുവേണ്ടി ഇവിടെ മുന്നോട്ട് വന്ന എല്ലാവരെയും ഞാൻ ഒന്നുകൂടി അഭിനന്ദിക്കുകയാണ്. അതേപോലെ തന്നെ വളരെയധികം സൗകര്യപ്രദമായി നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും വളരെ ചിലവ് കുറച്ചുകൊണ്ടുള്ള പല പരിപാടികളും ഇവിടെ ആവുന്നതാണ്. ജമാഅത്ത് പ്രസിഡന്റ് PB അബ്ദു അധ്യക്ഷനായിരുന്നു. വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് TK സൈദാലിക്കുട്ടി, സമസ്ത കേന്ദ്ര മുശാവറയംഗം MM മുഹിയുദ്ദീൻ മൗലവി, അൻവർ സാദത്ത് MLA, മുൻ MLA K മുഹമ്മദ് അലി, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് MP അബ്ദുൽ ഖാദർ, യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VE അബ്ദുൽ ഗഫൂർ, ജില്ലാ പഞ്ചായത്ത് അംഗം PA ഷാജഹാൻ, ജമാഅത്ത് മുൻ പ്രസിഡന്റ് KM അലിയാർ ഹാജി, ഖത്തീബ് ഷാഹുൽ അമീദ് അൻവാരി, PS നാസർ എന്നിവർ സംസാരിച്ചു. ജമാഅത്ത് സെക്രട്ടറി VK മുഹമ്മദ് ഹാജി സ്വാഗതവും PK അബ്ദുൽ അസീസ് നന്ദിയും പറഞ്ഞു. മഹല്ല് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രായം മറന്ന് നേതൃത്വം നൽകിയ പ്രസിഡന്റ് PB അബ്ദുവും സെക്രട്ടറി മുഹമ്മദ് ഹാജിയും നേതൃത്വം നൽകുന്ന കമ്മിറ്റിയാണ് ഡൈനിങ് ഹാളിന്റെ സാക്ഷാത്കാരത്തിനായി പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ ഇവരെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിക്കുകയും ചെയ്തു. ഹാളിന്റെ നിർമ്മാണത്തെക്കുറിച്ചുള്ള ആലോചനകളുടെ തുടക്കത്തിൽ തന്നെ മുൻ MLA K മുഹമ്മദ് അലിയുടെ മാതാപിതാക്കളുടെ ഓർമ്മയ്ക്കായി നൽകിയ 7 ലക്ഷത്തിന്റെ ഫണ്ടാണ് നിർമ്മാണങ്ങൾക്ക് പ്രചോദനമായത്. കെട്ടിടത്തിന്റെ രൂപകൽപ്പന നടത്തിയ ES അജിത്തിനും കരാറുകാരൻ അമ്മ കൺസ്ട്രക്ഷൻസ് അനുരൂപ് ഗോപാലനും ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. 14/5/2012 ഇതിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയും 20/10/2013 അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനും സാധിച്ചതിൽ അൽഹംദുലില്ലാഹ്. അതിന് നാട്ടുകാരുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഇതിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പുറം മഹലിൽ നിന്നും നല്ലൊരു സഹായവും സഹകരണങ്ങളും വാഗ്ദാനം കിട്ടുകയും ചെയ്തിട്ടുണ്ട്. സഹോദര സമുദായ അംഗങ്ങളും ഇതിൽ ഭാഗപ്പാക്കാക്കിയിട്ടുണ്ട്.